വിവോയുടെ വിവോ T3 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ T3 ലൈറ്റ് 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം പ്രോസസറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6300 എന്നുള്ള പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ. അത് അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. അപ്പം അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ്. 8ഓളം 5G ബാൻഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും ആണ് വരുന്നത്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമായേനെ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും മെമ്മറി കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൽ വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അതില്ലാത്തത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായനെ, അത്രേ ഉള്ളൂ. പിന്നെ 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു പ്രശ്നമായിട്ട് പറയാനും പറ്റില്ല. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ തരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ. ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.39mm ആണ്. പിന്നെ IP64 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിലൊക്കെ തന്നെ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. ഇപ്പോൾ കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന ഫോണൊക്കെ വരുന്നുണ്ട്. അതും 5G ഫോണാണ്. അതിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷനിൽ വരുന്ന മറ്റൊരു ഫോണാണ് മോട്ടോ G34 5G എന്ന ഫോണ്. അതിലും HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഫോണിൽ പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. പക്ഷെ ഈ ഫോണിൽ അങ്ങനെയല്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള പോക്കോ M6 Pro 5G എന്ന ഫോണിലും പഞ്ച്വൽ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 840 നിറ്റ്സ് ആണ്. അപ്പൊ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഫുൾ HD റെസൊല്യൂഷനും വരുന്നില്ല, പഞ്ച്വൽ ഡിസൈനും വരുന്നില്ല. ഇനി ഇപ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മോട്ടോ G34 എന്ന ഫോണിലേതുപോലെ പഞ്ച്വൽ ഡിസൈൻ എങ്കിലും കൊടുക്കായിരുന്നു. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 10,499 രൂപയാണ്. 6GB റാം വെർഷന്റെ വില വരുന്നത് 11,499 രൂപയാണ്. പിന്നെ ജൂലൈ 4 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ടുമായും വിവോയുടെ വെബ്സൈറ്റുമായുമാണ് ഈ ഫോണിന്റെ സെയിൽ നടക്കുന്നത്. പിന്നെ HDFCയുടെ ICICIയുടെ അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റ് ആണ്. ഇപ്പോൾ കോമ്പറ്റീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതിലാണെങ്കിൽ കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് പഞ്ച്വൽ ഡിസൈനും അതുപോലെ തന്നെ ഫുൾ HD റെസൊല്യൂഷനൊക്കെ എക്സ്ട്രാ ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷനിൽ റിയൽമിയുടെ C65 എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ പഞ്ച്വൽ ഡിസൈനൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷനിൽ മോട്ടോ G34 5G എന്ന ഫോൺ വരുന്നുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് പഞ്ച്വൽ ഡിസൈനൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചില ഫോണുകളിൽ സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുകളൊക്കെ വരുന്നുണ്ട്.
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് വിവോയുടെ ഒരു 5G ഫോണൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ഫോൺ എന്ന് പറയാം, അത്രേ ഉള്ളൂ. എന്തായാലും വിവോ T3 Lite 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.